മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട PSCയുടെ ഭാഗത്തു നിന്നുള്ള ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വേണ്ടിയിട്ട് എന്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം? ഞാൻ കുറേ കാര്യങ്ങൾ പറയാം, നിങ്ങൾ സമാധാനത്തോടെ കേൾക്കാം. എന്നിട്ട് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ജോലി കിട്ടാൻ സാധ്യതയുള്ള, ജോലി ഉറപ്പുള്ള ഒരു എക്സാമെ ചേസ് ചെയ്യണോ, അതോ ബാക്കിയുള്ള എക്സാംസിന് പുറകെ പോകണോ? ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ നമുക്ക് വേണോ, അതോ കുറച്ചൊരു ഷോർട്ട് ടേം പ്രിപ്പറേഷൻ നമുക്ക് വേണോ, എന്നിട്ട് അടുത്ത എക്സാമിന് ഫോക്കസ് ചെയ്താൽ മതിയോ? അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മൊത്തം എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്നതിന്റെ ലോജിക്ക് മൊത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ട് ഈ എക്സാമിനെ ചേസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ. ജോലി കിട്ടാനുള്ള സാധ്യത ഏറ്റവും അധികമാണ്. എന്ന് വെച്ചാൽ 100ൽ ഒരാൾക്ക് ജോലിയാണ്. ഓക്കെ, നിങ്ങൾ നോക്കുക, 4 ലക്ഷം പേരാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ടോട്ടൽ നമുക്കൊരു 4 ലക്ഷം നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതിനകത്ത് എത്ര പേർക്ക് ജോലി കിട്ടും എന്ന് ചോദിച്ചാൽ 4000 പേർക്കാണ് ജോലി കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു 4000 പേർക്ക് ഒരു ഡിഗ്രി ലെവൽ ജോലി തീർച്ചയായിട്ടും ആണ്. നോക്കി, കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ 3883 പേർക്ക് അഡ്വൈസ് പോയായിരുന്നു. അത് കഴിഞ്ഞ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗ്രേഡ് 1 മാത്രം, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 മാത്രം ഒരു വർഷം കൊണ്ട്, അതായത് നിലവിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 1 വർഷം 2 മാസമാണ് ആയത്. ഈ 1 വർഷം 2 മാസം കൊണ്ട് 1353 പേർക്ക് അഡ്വൈസ് പോയായിരുന്നു. അത് കഴിഞ്ഞ് ഗ്രേഡ് 2 നോക്കുകയാണെങ്കിൽ എത്ര പേർക്ക് അഡ്വൈസ് പോയി? 1 വർഷം കൊണ്ട് 691 പേർക്ക് എന്ത് ചെയ്തു, അഡ്വൈസ് പോയിട്ടുണ്ട്. 691. ഓക്കെ, അപ്പോൾ 1 വർഷം കൊണ്ട് രണ്ടിനും കൂടെ ചേർത്തിട്ട് 2000-ലധികം നിയമനങ്ങൾ എന്ത് ചെയ്തു, അവിടെ നടന്നു. 3 വർഷം ആകുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ അത്രയും പറയുന്നില്ല, ഞാൻ 4000 മാത്രമേ എന്ത് പറയുന്നുള്ളൂ. കാര്യം ഉറപ്പുള്ള മാറ്റം എന്ത് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ടോട്ടൽ 4 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നു. അതിനവർക്ക് 4000 പേർക്ക് എന്ത് കിട്ടുന്നു, ജോലി കിട്ടുന്നു. എന്ന് വെച്ചാൽ വെട്ടിപ്പോയാൽ 400/4 ഈക്വൽ ടു എത്രയാണ്, 100 ആണ്. എന്ന് വെച്ചാൽ 100ൽ ഒരാൾക്ക് ജോലിയാണ്. അപ്ലൈ ചെയ്യുന്നവരിൽ 100ൽ ഒരാൾക്ക് ജോലി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ, അപ്ലൈ ചെയ്യുന്ന എല്ലാവരും പഠിക്കുന്നവരാണോ? അല്ല. അപ്ലൈ ചെയ്യുന്നതിൽ ഒരു 10% പേര് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നന്നായിട്ട് പഠിക്കത്തുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 10ൽ ഒരാൾക്ക് ജോലിയാണ്. അപ്പൊ നിങ്ങളായിരിക്കും എല്ലാ എക്സാമും ഇതേപോലെ തന്നെയല്ലേ? ഒരിക്കലും അല്ല, എല്ലാ എക്സാമും ഇതേപോലെയല്ല. ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കി, ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടിക്കുകയാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും ഇതുപോലെ തന്നെ ഇപ്പൊ എത്ര പേര് അപ്ലൈ ചെയ്തായിരുന്നു? 4 ലക്ഷം പേര് അപ്ലൈ ചെയ്തു. അതിനകത്ത് എത്ര വേക്കൻസി നമുക്ക് ഉറപ്പിക്കാം? 500 വേക്കൻസി നമുക്ക് ഉറപ്പിക്കാം. എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ 800ൽ ഒരാൾക്കാണ് ജോലി വരുന്നത്. അപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 100ൽ ഒരാൾക്ക് ജോലിയും, ഇവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിലും 800ൽ ഒരാൾക്ക് ജോലി. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എടുക്കുകയാണ്. ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അപ്പൊ നിയമനം ഭയങ്കര ശോകമാണ്. ഓക്കെ, അങ്ങനെ എന്താണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പോകുന്നത്. അപ്പൊ ഇതും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും എങ്ങനെയാ വരുന്നത്? 800ൽ ഒരാൾക്ക് ജോലി. അത് കഴിഞ്ഞ് SI ആണെങ്കിലോ അതിനേക്കാളും ചാൻസ് കുറവാണ്. എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിലോ അതിനേക്കാളും ചാൻസ് കുറവാണ്. അപ്പോൾ നിയമനമുള്ള പോസ്റ്റ് ഏതാണ്? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. 100ൽ ഒരാൾക്ക് ജോലി. ഇതാണ് ഈ എക്സാമിന്റെ പ്രത്യേകത. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ചേസ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ആണോ, അതോ വേക്കൻസി കുറവുള്ള ഒരു പോസ്റ്റ് ആണോ നമുക്ക് ചേസ് ചെയ്യേണ്ടത്? അല്ല. എല്ലാവരുടെ മനസ്സിലേതാണ് ഈ ഒരൊറ്റ എക്സാം, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. ഇതാണ് പ്രത്യേകത. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ഓക്കെ, ക്ലിയർ? നിങ്ങൾക്ക് അത് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്തുകൊണ്ടൊരു ലോങ് ടേം പ്രിപ്പറേഷൻ നമ്മൾ തയ്യാറെടുക്കണം? മക്കളെ, ഒരു നല്ല കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. ഒരു ദിവസം കൊണ്ട് ഒരു അത്ഭുതം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സൃഷ്ടിക്കാൻ പറ്റത്തില്ല. കുറച്ചു കാലം കൊണ്ട് ഒരു അത്ഭുതം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ശ്രമിച്ചാലും നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും എന്ത് മാത്രമേ കാണത്തുള്ളൂ? ടെൻഷൻ മാത്രമേ കാണത്തുള്ളൂ. അതായത് നമ്മളൊരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പ്രിപ്പയർ ചെയ്യുന്നു, മനസ്സിനകത്ത് എന്താ വരുന്നത്? ഭഗവാനെ, കിട്ടുമോ ഇല്ലയോ, ഉറപ്പുണ്ടോ, ബാക്കി എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു, എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്ക് മാർക്ക് കയറ്റാൻ പറ്റുന്നില്ല. ഒരു ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാം എഴുതാൻ പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ച ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെ? ഇപ്പൊ മെയ് 24-ന് എക്സാം നടക്കാൻ പോവുകയാണ്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് പഠിച്ചു തുടങ്ങിയതെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ട്, എന്നെ കൊണ്ട് ഈ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് എത്ര പേർക്കുണ്ട്? ഒന്ന് നെഞ്ചിൽ കൈവച്ചൊന്ന് പറഞ്ഞു. ഓക്കെ, ഉണ്ടോ? ഇല്ല. അതാണ് ആൻസർ, ശരിയല്ലേ? അപ്പോൾ അവിടെ പ്രിലിംസ് ആണ്, നിങ്ങൾക്ക് പാസ്സായി പോകാൻ പറ്റും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഞാൻ ആ കോൺഫിഡൻസ് എന്ത് ചെയ്യുന്നില്ല, കളയുന്നില്ല. പ്രിലിംസ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കയറി പോകാം. ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, കയറി അങ്ങ് പോവുക. എല്ലാവരും കയറി പോകുക. അതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇരുന്നാൽ
നമ്മുടെ മനസ്സിൽ എന്ത് മാത്രമേ കാണത്തുള്ളൂ? ടെൻഷൻ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ അതല്ല നമുക്കിവിടെ വേണ്ടത്. ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ ഉറപ്പിച്ചങ്ങ് പോവുക, ഈ എക്സാം എനിക്കുള്ളതാണ്. ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അഡ്വൈസ് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ആർക്കായിരിക്കും? എനിക്കായിരിക്കും. അപ്പോൾ നമ്മുടെ മുമ്പിൽ എന്തുണ്ട്? സമയമുണ്ട്. എന്ന് വെച്ചാൽ ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എപ്പോഴാണ്? ഈ നവംബർ മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ. നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിലാണ് എന്ത് ചെയ്യുന്നത്? നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എക്സാം എപ്പോൾ കാണും? 2026, അതായത് അടുത്ത വർഷം ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ ഇതിന്റെ പ്രിലിംസ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ മെയിൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ വരുന്ന ബാക്കി നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. ഇതിന്റെ കൂടെ വരുന്ന ബാക്കി നോട്ടിഫിക്കേഷൻസ് ആണ്, ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കൂടെ വരുന്ന ബാക്കി നോട്ടിഫിക്കേഷൻസ് ഫസ്റ്റ് ഒന്നാമത് വന്നിട്ട് ആരാണ്? ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്. രണ്ടാമത് വരുന്നത് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ വരും. അത് കഴിഞ്ഞ് മൂന്നാമതാണെങ്കിൽ ജയിലർ വരും. ഓക്കെ, ഇതൊക്കെ നിയമനം എങ്ങനെയാണ്? കുറവാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അധികം പറയുന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന നോട്ടിഫിക്കേഷൻസ് ആണ്, ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഞാൻ പറഞ്ഞായിരുന്നു, രണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അത് കഴിഞ്ഞ ബിവറേജ് LD, പിന്നെ അത് കഴിഞ്ഞ കമ്പനി ബോർഡ് LGS. അത് അത്യാവശ്യം നല്ലോണം നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കൂടെ എന്ത് മാത്രം പഠിച്ചാൽ മതി? ഫിസിക്സ്, അത് കഴിഞ്ഞ് കെമിസ്ട്രി, പിന്നെ അത് കഴിഞ്ഞടുത്ത് ബയോളജി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള VFA ആയിക്കോട്ടെ, ബിവറേജ് LD ആയിക്കോട്ടെ, കമ്പനി ബോർഡ് LGS ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഒരു എക്സ്ട്രാ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. അതേസമയം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സെയിം പ്രിലിംസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഒറ്റ പ്രിപ്പറേഷൻ മതി, ഇതിനകത്ത് തന്നെ എന്ത് ചെയ്യും? അതങ്ങ് കവറായി പോകും. സോ ഒറ്റ എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ബോണസ് പോലെ, മെയിൻ എക്സാം ആയിട്ട് ബാക്കി ഒന്നിനെയും കാണരുത്, നമുക്കൊരു ബോണസ് പോലെ എന്ത് ചെയ്യുക? ബാക്കി എക്സാംസിന് നമ്മൾ എന്ത് ചെയ്യുക? കാണുക. ഈ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന എനിക്ക് ഈ എക്സാം എഴുതാൻ പറ്റും, ബാക്കിയുള്ള എല്ലാ എക്സാംസും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കാണുക, എന്നിട്ട് ഈ എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് തയ്യാറെടുത്ത് തുടങ്ങുക. അപ്പൊ മനസ്സിനകത്ത് ഉറപ്പിക്കുക, ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം? എഫേർട്ട് കൊടുത്തോണ്ടിരിക്കണം, ഇപ്പോഴേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സിലബസ് നമുക്ക് തീർക്കാൻ പറ്റത്തുള്ളൂ, റിവിഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി എന്ന് മുതൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് തന്നെ പറയാം, എന്താണ് ക്വാളിഫിക്കേഷൻ? ഇപ്പൊ ക്വാളിഫിക്കേഷൻ വന്നിട്ട് എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി. നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടോ? എനി ഡിഗ്രി, അത് BTech ആകാം, അത് കഴിഞ്ഞ BCA ആവാം, അത് കഴിഞ്ഞ സയൻസിൽ BSc ആവാം, എന്ത് വേണോ ആവാം. എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി, അതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒരു എക്സാമിന് വേണ്ടിയിട്ടും തിരിയണ്ട, ഇത് തന്നെ പഠിച്ചു തുടങ്ങാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി തന്നെ പഠിച്ചു തുടങ്ങാം. ബാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം ഈ എക്സാമിന്റെ പ്രാധാന്യം എന്താണെന്ന്. ഞാൻ പറയാതെ തന്നെ എന്ത് ചെയ്യാം? അവർക്കെല്ലാം അറിയാം. അവരൊക്കെ ഇതിനു വേണ്ടി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തുടങ്ങുന്നവരെല്ലാം തന്നെ എന്ത് ചെയ്യുക? ഈ എക്സാമിന് വേണ്ടി അങ്ങ് തുടങ്ങുക. ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. സാലറി വന്നിട്ട് ഏതാണ്ട് 40+ സാലറി നമുക്ക് കിട്ടും. 40,000+ സാലറി നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. രണ്ട് തലങ്ങളിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, രണ്ടായിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഒറ്റ നോട്ടിഫിക്കേഷൻ ആയിരുന്നു, പക്ഷെ ഇപ്പോ രണ്ടായിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഒന്ന് ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ KSEB, അത് കഴിഞ്ഞ് KSFE, അതേപോലെയുള്ള ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഗ്രേഡ് 1 നോട്ടിഫിക്കേഷൻ വരും. അല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഫോർ എക്സാമ്പിൾ KSRTC പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ. അങ്ങനെ രണ്ട് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഏജ് ലിമിറ്റ് എങ്ങനെയാ വരുന്നത്? ഏജ് ലിമിറ്റ് ഇതാണ്. നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ, എന്ന് വെച്ചാൽ അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സാണ് ഏജ് ലിമിറ്റ്. അതേസമയം OBC ആണെങ്കിൽ 39 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. SC ST ആണെങ്കിൽ 41 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 18 വയസ്സിനും ഈ പറഞ്ഞ പ്രായത്തിനിടയ്ക്കുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 2/1/1989 1/1/2007 ഇടയ്ക്ക് ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി OBC ആണെങ്കിലോ 2/1/1986 1/1/2007 ഇടയ്ക്ക് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST ആണെങ്കിൽ 2/1/1984 1/1/2007 ഇടയ്ക്ക് ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി എന്താണ് ഇതിന്റെ സിലബസ്? സോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2 എക്സാം ഉണ്ട്, ഒരു പ്രിലിംസ് ഉണ്ട്, ഒരു മെയിൻസ് ഉണ്ട്. അതെന്തായാലും ഇതുവരെയുള്ള ഒരു ഡിഗ്രി ലെവൽ എക്സാംസിലും PSC ആ പാറ്റേൺ എന്ത് ചെയ്തിട്ടില്ല, മാറ്റിയിട്ടില്ല. അപ്പൊ ഒരു പ്രിലിംസ് കാണും, മെയിൻസ് കാണും. പ്രിലിംസിന്റെ സിലബസ് ഇപ്പൊ സെക്രട്ടറി ടെസ്റ്റിന്റെ പോലും എന്ത് ചെയ്തിട്ടില്ല, മാറ്റിയിട്ടില്ല. സോ ആ സിലബസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചേസ് ചെയ്യാം. അന്നത്തെ എല്ലാം ഉണ്ട്. എങ്ങനെയാണ് പ്രിലിംസിന്റെ സിലബസ് വരുന്നത്? സോ പ്രിലിംസിന്റെ സിലബസ് വരുന്നത് നോക്കി, ഈ കാണുന്നതാണ് പ്രിലിംസിന്റെ സിലബസ്. എന്ന് വെച്ചാൽ മാത്സ് 20 മാർക്കാണ്, ഇംഗ്ലീഷ് 20 മാർക്കാണ്, മലയാളം 10 മാർക്കാണ്,
ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ വന്നിട്ട് 10 മാർക്കാണ്, ഹിസ്റ്ററി 10 മാർക്കാണ്, ജോഗ്രഫി 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, IT 5 മാർക്ക്, പിന്നെ അത് കഴിഞ്ഞ് എക്കണോമിക്സ് വന്നിട്ട് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് 5 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ ഇതിനകത്ത് നല്ല റേഞ്ചിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആദ്യമേ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ ഒരു ടെൻഷൻ ഇല്ലാതെ സമാധാനത്തോടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മുമ്പോട്ട് പോവാം. ജോലി ഉറപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ സൂപ്പർ നോട്ട്സ് നമ്മുടെ ആദ്യത്തെ ഒരു പ്രീമിയം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു പ്രോപ്പർ മെന്റർഷിപ്പ് ഉള്ള ഒരു തകർപ്പൻ പ്രീമിയം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ് ഈ ബാച്ചിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്ന്, അപ്പൊ ഇതിനകത്ത് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രിലിംസ് പ്ലസ് മെയിൻസ് കവറേജ് ആണ്. അതായത് ബാക്കി എല്ലാവരും നിങ്ങൾക്ക് പ്രിലിംസ് മാത്രം തരുമ്പോൾ, പ്രിലിംസിന്റെ ക്ലാസ്സസ് മാത്രം തരുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രിലിംസ് പ്ലസ് മെയിൻസ് കവറേജ് ആണ്. അതായത് പ്രിലിംസിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും, മെയിൻസിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതൊരു ലോങ് ടേം ബാച്ച് ആണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ ഈ ബാച്ചിനെ വൈൻഡ് അപ്പ് ചെയ്ത് എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ അങ്ങോട്ട് വിടത്തില്ല. നിങ്ങൾക്ക് എന്നാണോ എക്സാം വരുന്നത്, എക്സാം വരെ നിങ്ങൾക്ക് ഒരു ലോങ് ടേം സപ്പോർട്ട് നിങ്ങൾ തരും. ഇത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് NTPCയുടെ. നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്, ഒക്ടോബർ 7. ഇന്ന് വരെ എക്സാം എന്നാണ് ഈ NTPCയുടെ എക്സാം വരുന്നത് ജൂൺ 5 മുതൽ 23 വരെയാണ് NTPCയുടെ എക്സാം വരുന്നത്. ഇത്രയും ദിവസം വരെ അവർക്ക് ഒരു ദിവസം പോലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ക്ലാസ് നമ്മൾ മുടക്കിയിട്ടില്ല. ഞായറാഴ്ച ഒഴിച്ചുള്ള എല്ലാ ദിവസങ്ങളിലും അവർക്ക് നമ്മൾ ക്ലാസ് കൊടുക്കുന്നു, റിവിഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നു, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് എന്ത് ചെയ്യുന്നു, കൊടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും ജോലിയാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. ഓക്കെ, അപ്പൊ അതുപോലെ ഒരു ലോങ് ടേം ബാച്ചാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞൊരു പ്രോപ്പർ മെന്റർഷിപ്പ് നിങ്ങൾക്ക് കാണും, എങ്ങനെ പഠിക്കണം അങ്ങനെ എല്ലാം ഒരു പ്രോപ്പർ ആയിട്ടൊരു മെന്ററും ബാക്കിയെല്ലാം കാണും. ഏതാണ്ട് 350+ അവേഴ്സിന്റെ ലൈവ് റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, കാരണം ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ടൊരു കാര്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സാമിനെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഒരു ക്ലാസിന്റെ PPT അല്ല നമ്മൾ നോട്ടാക്കി തരുന്നത്. ഒരു ക്ലാസ്സിനകത്ത് ഫാക്കൽറ്റി എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം കൂടെ ചേർത്തുള്ള PDF പ്രിന്റ് റെഡി മെറ്റീരിയൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പ്ലാൻ എങ്ങനെയാണ് വരുന്നത്, മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, സിലബസ് കവർ ചെയ്യും. അതിനകത്ത് ഡെയിലി എക്സാംസ് ഉണ്ടാകും, വീക്ക്ലി എക്സാംസ് ഉണ്ടാകും, ബാക്കിയെല്ലാം ഉണ്ടാകും. അതിനുശേഷം നവംബർ ഡിസംബർ മാസങ്ങളിലാണെങ്കിൽ റിവിഷൻ നടക്കും. അതിനുശേഷം എക്സാം വരെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നമ്മൾ തരും. അത് കഴിഞ്ഞ് മെയിൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മെയിൻസിന്റെ ക്ലാസ് കിട്ടും. ഇതുപോലെ എക്സാംസ്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ബാക്കിയെല്ലാം അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് നമ്മുടെ പ്ലാൻ വരുന്നത്. ഇത്രയും ഭംഗിയായിട്ടൊരു പ്ലാൻ നിങ്ങൾ മൊത്തം ഒന്ന് നോക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പ്ലാനിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യാം, ജോലി വേണം, ജോലി മേടിക്കണം, അത് ഉറപ്പിക്കണം എന്നുള്ളവരൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ പോരുക. ഈ ജോലി നിങ്ങൾക്ക് ഉള്ളതാണ്. മാത്രമല്ല നമുക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന, ആദ്യം നമ്മൾ 150 പേർക്കാണ് പറയുന്നത്, പക്ഷെ അതിപ്പോൾ കൂട്ടിയിട്ടുണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന 200 പേർക്ക് ഈ ഒരു അവസരം മിസ്സാക്കണ്ട. ആദ്യം ജോയിൻ ചെയ്യുന്ന 200 പേർക്ക് നമ്മുടെ VFA ബാച്ചിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആക്സസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രത്യേകത. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അങ്ങ് ജോയിൻ ചെയ്യാം, തകർക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8281223366. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടിപൊളിയായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, ഈ ജോലി ഉറപ്പിക്കാം. ഓക്കെ, നമുക്ക് അപ്പോൾ ക്ലാസ്സിലാണ്. താങ്ക് യു ഓൾ.